സ്കിലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് +1 ബിസിനസിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്നിങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ അതിൽ പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യമാണ് ദ പബ്ലിക് സെക്ടർ. എന്താണെന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഹാസ് ടു ബി ഓൺ ആൻഡ് മാനേജ്ഡ് ബൈ. എന്താണ് അത്? കൈവശം വച്ചിരിക്കുന്നതും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ആരാണെന്നാണ് പറയുന്നത്? പബ്ലിക് അഥവാ ഗവൺമെന്റ് ആണെന്നാണ് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് എന്താണ് പബ്ലിക് സെക്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനിൽ എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്തും മാനേജ് ചെയ്തും നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ആരാണെന്നാണ് പറയുന്നത്? ഗവൺമെന്റ് ആണെന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്ഥാപനം ഫുള്ളി എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ആരാണ്? ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോ നമ്മൾ പറയുന്ന അതിലൊരു കുറച്ച് കാര്യമാണ് എന്താണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ ദ പബ്ലിക് സെക്ടർ വിച്ച് ആർ ഓൺഡ് ബൈ അല്ലെങ്കിൽ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രലോ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ ഓൺ ചെയ്ത് ഒന്നിച്ച് നടത്തുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന സംരംഭങ്ങളെ പറയുന്ന പേരാണ് എന്തെന്നുള്ളത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനെ പ്രധാനമായിട്ടും 3 തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, 2 പബ്ലിക് കോർപ്പറേഷൻ, 3 ഗവൺമെന്റ് കമ്പനീസ്. അപ്പോ എത്ര തരത്തിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്? പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഏതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്നും അതുപോലെ തന്നെ പബ്ലിക് കോർപ്പറേഷൻ എന്നും. ആ ഒരു പബ്ലിക് കോർപ്പറേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താന്ന് പറഞ്ഞാൽ അതിനെ പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന്. അടുത്ത പറയുന്നത് ഗവൺമെന്റ് കമ്പനീസ് എന്നിങ്ങനെ 3 തരത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തരംതിരിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ദ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ് ഏതെന്ന് പറഞ്ഞാൽ വളരെ ഓൾഡസ്റ്റ്, ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ സ്ഥാപനം എന്ന് പറയുന്നത് ഏതാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്നാണ് പറയുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്ത് മാനേജ് ചെയ്യുന്നത് ആരാണെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെന്ന് പറഞ്ഞിരുന്നത്. സോ ഇറ്റ് ഈസ് കംസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് മിനിസ്ട്രി. ഒരു മിനിസ്ട്രീരിയൽ അഫയേഴ്സ്, മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, അതുപോലെ തന്നെ ഏതാണ് പറയുന്നത്? പോസ്റ്റ് ആൻഡ് ടെലഗ്രാം, ഇന്ത്യൻ റെയിൽവേ, ഡിഫൻസ്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് അതിന്റെ സ്വഭാവങ്ങളെ പറ്റി. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ അറിയാം, ഒരു ഗവൺമെന്റ് ഓൺ ചെയ്ത് നടത്തുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജുകളും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും എല്ലാം നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു കാര്യത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും അല്ലെങ്കിൽ അതേ ഒരു കാര്യത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ കാര്യം തന്നെ എഴുതാം. അപ്പൊ രണ്ടും മാറി മാറി പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. സോ നമുക്ക് അതിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എന്ന് വെച്ചാൽ വളരെ ഗവൺമെന്റ് പോളിസീസുകളായിരിക്കും അവിടെ നടത്തുന്നത്. സോ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നടത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്യും. കാരണം എന്താണ് പറയുന്നത്? പബ്ലിക്കുമായിട്ട് നമുക്ക് അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ വിശ്വസനീയത കൂടുതലാണ്. കാരണം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആളുകളുടെ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. സോ അവിടെ അപ്പൊ എന്തുണ്ടായിരിക്കണം? വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓഡിറ്റ് ഉണ്ടായിരിക്കണം. സോ എന്തിനാണ് ഇങ്ങനെ ഒരു തരത്തിലുള്ള ഉടായ്പകൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ നടക്കുന്ന എന്ന് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൃത്യമായി ഓഡിറ്റ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഓഡിറ്റ് നടത്തുമ്പോൾ എന്താണ് ഉപയോഗം? അവിടെ ഒരു തരത്തിലും ഫണ്ട് മിസ്യൂസ് ചെയ്തില്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്? അവിടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോ ഗവൺമെന്റിന്റെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ട് നമ്മുടെ രാജ്യം അണ്ടർ ത്രെട്ടിലാവും. ആയതിനാൽ എന്ത് ചെയ്യും? അവിടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇപ്പൊ ഗവൺമെന്റിന് കിട്ടുന്ന ഫണ്ടുകളെല്ലാം തന്നെ ഗവൺമെന്റ് ട്രഷറിയിലേക്ക് പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്സ് പരമായപ്പോ എന്താണ്? കുറെ റെട്ടേപ്പിസം എന്ന് വെച്ചാൽ ഓരോരുത്തരും മേളിൽ നിന്ന് വിളിച്ച് പറയുന്നതൊക്കെ കേൾക്കണം. അതുപോലെ തന്നെ കറപ്ഷൻ, പൈസ കൊടുത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം? ചിലപ്പോൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കാനായിട്ടൊന്നും എന്ത് ചെയ്യത്തില്ല?
പറ്റത്തില്ല. നമുക്കെന്താ ഗവൺമെന്റ് എന്താണോ പറയുന്നത്, നമ്മുടെ റൂൾസ് റെഗുലേഷൻസ് പോളിസികൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണ് അവിടെ മാനേജീരിയൽ സ്കില്ല് ആവശ്യം ഇല്ല. കാരണം അവിടെ പഠിച്ച് ജോലിക്ക് കയറുന്നതിന് ഇപ്പൊ ഒരു PSC ടെസ്റ്റ് എഴുതിയാണ് ജോലിക്ക് കയറുന്നത്. ഇപ്പൊ നമ്മളൊരു അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് PSC അവിടെ ഒരു സ്കില്ലല്ല നോക്കുന്നത്. നിങ്ങൾ ഇന്ന ജോലി പാസ്സായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെ ഇന്നൊരു എക്സാം പാസ്സായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന ജോലിയിലോട്ട് കയറാം. അവിടെ നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്നോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു സിമ്പിൾ ആയിട്ട് നടത്തുന്ന ഒരു OMR എക്സാമിന്റെ ബലത്തിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അതിന്റെ ജോലിക്ക് കയറ്റുന്നത്. സോ അവിടെ സ്കില്ലോ നിങ്ങൾക്ക് ഇന്ന ഇതിന്റെ പവർ ഉണ്ടെന്നോ ഇന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്നും എന്ത് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഉള്ളവർക്കും കിട്ടാം, ഇല്ലാത്തവർക്കും കിട്ടാം. അപ്പോ മാനേജറിയൽ എബിലിറ്റി അല്ലെങ്കിൽ സ്കിൽ എന്ന് പറയുന്നത് കുറവായിരിക്കും. എവിടെയാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൽ. സോ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ മറ്റൊരു പേരാണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരം അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിന്റെ എന്ന് വെച്ചാൽ ഒന്നുകിൽ പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിന്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന് സ്വന്തമായിട്ട് എന്തുണ്ട്, ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കുന്നതാണ്, അതിന് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുന്നതാണ്, അതുപോലെ അവർക്ക് സ്വന്തമായിട്ട് ഓൺ കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ എയർ ഇന്ത്യ, RBI, ONGC, SBI, KSRTC എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അതൊക്കെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചിലരുടെയെങ്കിലും ചിലപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടികളുടെ മനസ്സിൽ എന്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് സാറേ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ ലീഗൽ എൻറ്റിറ്റി എന്താണെന്ന് ഒന്നാമത്തെ ചാപ്റ്ററിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിലും വളരെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ സ്വഭാവം ഇനി പറയാൻ പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഗവൺമെന്റ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ എന്താണ് സ്വഭാവം. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ് എന്നാണ്. ഇറ്റ് കംസ് അണ്ടർ സ്പെഷ്യൽ ആക്ട്. വളരെ സ്പെഷ്യൽ ആക്ട് പ്രകാരം ഒരു പ്രത്യേക ആക്ട് രൂപീകരിച്ച് അതിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ എൻറ്റിറ്റി ഉണ്ടായിരിക്കുന്നതാണ്, ഇൻഡിപെൻഡൻസ്ലി ഫിനാൻസ്ഡ് ആണ്. അതിന്റെ ആ ഒരു കോർപ്പറേഷനാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, അവിടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് വളരെ താരതമ്യേന കുറവാണ്. ഇവരുടെ ഫ്രീ എന്ന് നമുക്ക് പറയാമെങ്കിലും മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് താരതമ്യേന വളരെ 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 കുറവായിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് സ്വന്തമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, അല്ലാതെ ആരും പറയണോ കേൾക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നീ പറയുന്ന ചെയ്യണം, അവര് പറയുന്ന ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് ഇവരുടേതായ സ്വന്തമായിട്ടുള്ള റൂൾസ് പോളിസികൾ. അപ്പൊ അതിനനുസരിച്ച് മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെന്താണ് പറയുന്നത്, വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, കാരണം അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഓൺ മണി ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫാണ്. ആൾക്കാരുടെ ജനങ്ങളുടെ പബ്ലിക് ഇൻട്രസ്റ്റ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പൊ എത്ര ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ അവർ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാലും ഒരു ഗവൺമെന്റിന്റെ നിന്നുകൊണ്ട് അവരും കൂടെ ഇവരെ നോക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ കൈയടത്തലും ഉണ്ടായിരിക്കുന്നതാണ്. അതൊരു പോരായ്മയിലൂടെ ഇവരിനി എത്ര ഓട്ടോണമി എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് പറയുന്ന കാര്യം ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, കേൾക്കേണ്ടി വരും. പിന്നെ എന്താണ് പറയുന്നത്, ചില സമയത്ത് നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ആക്ട് വരെയാണ് ഇവര് രൂപീകൃതമാകുന്നത്. കുറച്ച് ചിലപ്പോൾ ആ ആക്ടിൽ ഗവൺമെന്റിന് മാറ്റം കൊണ്ടുവന്ന പ്രശ്നമല്ലേ. അപ്പൊ പോളിസികൾ മാറുമ്പോൾ ഇവരുടെ ഫംഗ്ഷനിൽ എന്തുവരും, മാറ്റങ്ങൾ സംഭവിക്കും. അവിടെ എന്താണ്, ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. എന്നുവെച്ചാൽ ഒറ്റ സ്ഥാപനമാണ്. KSRTC പറഞ്ഞൊരു 5-6 സ്ഥാപനം ഉണ്ടാകേ ഇല്ല, ഒറ്റ ഏരിയയാണ്. അപ്പോ മറ്റൊരാളുടെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇവർ വർക്ക് ചെയ്യണമെന്നല്ല, ഇവർക്ക് ഇവരുടേതായ തോന്നിയ രീതിയിൽ എന്ത് ചെയ്യണേ, വർക്ക് ചെയ്യാനായിട്ട് അവർ ചെയ്യും. അപ്പോ എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പൊ അവര് വർക്ക് ചെയ്താൽ ഇല്ലെങ്കിൽ ശമ്പളം കിട്ടും എന്നൊരു വന്നാൽ, എനിക്ക് എന്ത് ചെയ്താലും പൈസ കിട്ടും, ഞാൻ പഠിപ്പിച്ചാലും ഒക്കെ എനിക്ക് എന്ത് ചെയ്യോടെ പൈസ കിട്ടുമെന്ന് വെച്ചാൽ പിന്നെ ചിലവർക്ക് അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ആത്മാർത്ഥത കുറയും. അയ്യോ ഞാൻ എങ്ങനെ ചെയ്താലും എനിക്ക് എന്ത് ചെയ്യും, പൈസ കിട്ടും, പിന്നെ ഞാനൊന്നും ഇത്ര എഫേർട്ട് ഇട്ട് പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു തോന്നൽ വരാം. പിന്നെ എന്താണ്, അവിടെ കറപ്ഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കൈക്കൂലിയുടെ കാര്യങ്ങളെല്ലാം വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത നമ്മൾ പറയുന്നത് എന്താണ് ഗവൺമെന്റ് കമ്പനീസ്. 2013 കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ളതാണ് ഏത്, ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഏകദേശം 51% ഷെയർ ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ മാത്രമേ അത് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുള്ളൂ. ദാറ്റ് മീൻസ് റെസ്റ്റ് 49% ഷെയറും പ്രൈവറ്റിന്റെയിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പോ ഒരു 51% ഷെയർ ആണ് പ്രൈവറ്റിന്റെ കയ്യിലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്, അത് പ്രൈവറ്റ് കമ്പനിയാണ്. ഒരിക്കലും അത് എന്താവത്തില്ല. ദാറ്റ് മീൻസ് ഒരു കമ്പനിയുടെ 55% പെയ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർസുകൾ
ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ മാത്രമേ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ, അതൊരു ഗവൺമെന്റ് കമ്പനിയെ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടെ, ഇപ്പൊ ഒരു ഗവൺമെന്റ് കമ്പനിയാണോ എന്ന് നമുക്ക് പ്രൈവറ്റ് കമ്പനിയാണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നമ്മൾ പറയട്ടെ, ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയുടെ അവസാനം PVT ലിമിറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനിയാണ്. ഗവൺമെന്റ് കമ്പനി ആകുമ്പോൾ കമ്പനിയുടെ പേര് ലിമിറ്റഡ് LTD എന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. ഇത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, മനസ്സിലായില്ലേ, അവിടെ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. എന്നാൽ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് സൂരജ് പ്രൈവറ്റ് ലിമിറ്റഡ്, PVT ലിമിറ്റഡ്, അത് എന്ത് കമ്പനിയാണ്, ഒരു പ്രൈവറ്റ് കമ്പനി. എന്നാൽ സൂരജ് ലിമിറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പബ്ലിക് കമ്പനിയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനിയാണ്. അപ്പൊ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന 2013 കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകൃതമാകുന്നു. 51% ഷെയർ ഇവരുടെ കയ്യിലാണ്. അതുപോലെ തന്നെ ഇതിന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ MOA AOA എന്നിങ്ങനെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഒരു കമ്പനി തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള വളരെ പ്രൈമർലി മാത്രമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെന്തുണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് അലോൺ. ഡയറക്ടേഴ്സ് എന്നുള്ള ഗവൺമെന്റ് ഒറ്റയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇവരുടെ താല്പര്യം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തൊക്കെ, ഗവൺമെന്റ് വെൽഫെയർ ഉണ്ടായിരിക്കുന്നതാണ്, വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ഫ്ലെക്സിബിലിറ്റി സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനിക്ക് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. നമുക്ക് പിന്നെ നമ്മുടെ പോയിന്റ് കൂട്ടാനായിട്ട് എന്താ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് പറയാം എന്നേ ഉള്ളൂ. ഒരുപാട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഗവൺമെന്റ് കമ്പനിയിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫായിട്ട് വളരെ വ്യത്യാസപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റോട് ചെയ്യുന്നത്. കാരണം ഇതെന്നൊക്കെ പറയുന്ന പണ്ട് കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ്. സോ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളും പ്രശ്നങ്ങളും നമ്മൾ റിയൽ ലൈഫായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില തിയറീസ് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ റിയൽ വേൾഡുമായിട്ട് വളരെ ഡിഫറൻറ്റ്ലി എക്സ്പ്ലെയിൻഡ് ആണ്, അല്ലെങ്കിൽ ഡിഫറൻറ്റ്ലി കൺസെപ്റ്റ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്ത് ചില കാര്യങ്ങൾ പഠിക്കാതിരിക്കുക എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെന്താണ്, ഇവിടെ റെഡ് ടേപ്പിസം കുറവാണ്, ബ്യൂറോക്രസി കുറവാണ്, മെജോറിറ്റി ഓഫ് ദ ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റലിന് ടെക്നിക്കൽ നോ ഹൗ, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ കൊളാബറേഷൻ എല്ലാം ഇവിടെ ഏത് കമ്പനിയിൽ, ഗവൺമെന്റ് കമ്പനിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം തൊട്ട് മേലത് പറഞ്ഞ തൊട്ട് താഴെ തന്നെ ഡിസഡ്വാൻറ്റേജിൽ പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞത് എന്താണ്, അവിടെ കുറവാണ്, ലെസ് നോ ഗവൺമെന്റ് കൺട്രോൾ കണ്ട. പക്ഷേ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കൂടുതലാണെന്ന് പറഞ്ഞില്ലേ, ഉണ്ട്. അതാണ് ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓവർലുക്ഡ്. അതുപോലെ തന്നെ കുറച്ച് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓവർലുക്ക് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാഫ് ലെസ് മോട്ടിവേറ്റഡ് ആണ്. എന്താണ് പറയുന്നത്, സ്റ്റാഫുകൾ ലെസ് മോട്ടിവേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, സ്റ്റാഫ് മോട്ടിവേറ്റ് ആവാനുള്ള പോസിബിലിറ്റി. കാരണം അവർക്ക് എന്താണ് ഇൻസെന്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആയതിനാൽ അവർ മോട്ടിവേറ്റ് ആവാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഏതൊരു തീരുമാനം എടുക്കുമ്പോൾ ആരുടെ ഡിസിഷൻ വേണോ, അല്ലെങ്കിൽ ആരുടെ ഒരു അപ്രൂവൽ വേണം, ഗവൺമെന്റിന്റെ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കൺട്രോൾ ബൈ ഗവൺമെന്റ്. ചിലപ്പോൾ ഗവൺമെന്റ് വളരെ എന്താണെന്ന് പറയുന്ന ഭയങ്കര കിടിലായിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പണം ചിലപ്പോൾ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യണമെന്നും ഇല്ല. പിന്നെ ഈ ഒരു 3 കാര്യത്തിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, പബ്ലിക് കോർപ്പറേഷൻ, അതുപോലെ ഗവൺമെന്റ് കമ്പനി എന്നിങ്ങനെ 3നെയും കൂടെ കണക്ട് ചെയ്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അല്ല, ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, നമ്മൾ പറഞ്ഞ മിനിസ്ട്രി ഓർഡർ ബൈ മിനിസ്ട്രിയുടെ ഓർഡർ പ്രകാരം, മറ്റൊരു സ്പെഷ്യൽ ആക്ട്, അതിന്റെ അപ്പുറത്ത് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്, കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ് എന്തില്ല, ഒരു ഗവൺമെന്റ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. ഓക്കെ അല്ലേ, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. എന്നാൽ പബ്ലിക്കിനും അതുപോലെ തന്നെ ഗവൺമെന്റിനും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ഓണർഷിപ്പ് എന്ന് പറയുന്നത് വിച്ച് ഹാസ് ടു ബി ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് തന്നെയായിരിക്കും ചെയ്യുന്നത്, മൊത്തത്തിൽ ഓൺ ചെയ്ത് നടത്തുന്നത്. എന്നാൽ പബ്ലിക്കിലും അതുപോലെ തന്നെ എന്ത് തന്നെയായിരിക്കും, പബ്ലിക് കോർപ്പറേഷനിലും ഫുള്ളി ഓൺഡ് ബൈ ആര് തന്നെയാണ്, ഗവൺമെന്റ്. എന്നാൽ ഗവൺമെന്റ് കമ്പനീസിൽ 51% ഷെയർ കൈവശം വെച്ചാൽ മാത്രമേ അത് എന്താവുള്ളൂ, അതൊരു ഗവൺമെന്റ് കമ്പനിയായി കൺസിഡർ ചെയ്യത്തുള്ളൂ. അടുത്ത പറയുന്നത് മാനേജ്മെന്റ്. എല്ലാ മാനേജ്മെന്റ് തീരുമാനം എടുക്കുന്നത് ബൈ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരിക്കും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. എന്നാൽ പബ്ലിക് കോർപ്പറേഷൻ ആരാണെന്ന് ചോദിച്ചാൽ ബൈ നോമിനേറ്റഡ് ബോർഡ് ഡയറക്ടേഴ്സ്.
സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരെ മാത്രമേ എന്തായിട്ട് എടുക്കുള്ളൂ, പബ്ലിക് ഓപ്പറേഷനിൽ എടുക്കുള്ളൂ. എന്നാൽ ഗവൺമെന്റ് കമ്പനീസിൽ അവിടെ എന്തുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അവിടെ പ്രൈവറ്റ് ആൾക്കാരും ഉണ്ട്. ഓക്കെ, പ്രൈവറ്റ് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനും കൂടുതലാണ്. പിന്നെ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് എന്താണ്, ഗവൺമെന്റ് സർവൻസ് ആണ്. അതുപോലെ റെസ്റ്റ് 2 ടീമിലും ഗവൺമെന്റ് സർവൻസ് ആവണമെന്ന് നിർബന്ധമൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിലും ഓട്ടോണമി എന്ന് പറയുന്നത് കുറവാണ്. ബാക്കി 2 സ്ഥലത്തും അത്യാവശ്യം 2 സ്ഥലത്തും ഉണ്ടെന്നാണ് പറയുന്നത്. പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തോടുള്ള ബാധ്യത, അക്കൗണ്ടബിലിറ്റി എവിടെയൊക്കെയാണ്, 3ലും കൂടുതലാണ്. കാരണം 3ലും ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 3 കാര്യത്തിൽ എന്തെന്ന് പറയാതെ അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി 3 കുറവാണ്. പക്ഷെ ഒട്ടുമില്ലാത്തത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിലാണ്. ഒരു തരത്തിലുള്ള എന്തുമില്ലടെ ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഓക്കെ അല്ലെ? സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ്, എവിടെ, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൽ പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകളാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റ് 2 കാര്യങ്ങൾ എന്താണ് പറയുന്നത്, കൊമേഴ്ഷ്യൽ എന്റർപ്രൈസുകളും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ, ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ എന്റർപ്രൈസുകളും എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എന്താണ്, നാഷണൽ ലെവൽ പ്രാധാന്യമുള്ള ഏതാണ് പാർട്ടിസിപ്പേഷൻ ഉള്ള കൊമേഴ്ഷ്യൽ എന്റർപ്രൈസുകളാണ് ബാക്കിയുള്ള പബ്ലിക് കോർപ്പറേഷനും അതുപോലെ തന്നെ ഗവൺമെന്റ് കോർപ്പറേഷനും എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. ഇവിടെ ഫ്രം ബഡ്ജറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അതാത് വർഷങ്ങളിൽ വരുന്ന ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗിൽ ഫിനാൻസിങ് വരുന്നത്. എന്നാൽ പബ്ലിക്കിലും ഗവൺമെന്റിലും വിച്ച് ഹാസ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ്. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ എന്താണ് പറയുക, മറ്റുള്ളവരിൽ നിന്ന് ബോറോയും മറ്റു കാര്യങ്ങളെല്ലാം വായ്പ പോലെ എടുക്കുന്നതാണ്. അടുത്ത പറയുന്നത് ചേഞ്ച് ഇൻ ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. നമ്മുടെ പബ്ലിക് സെക്ടറിന്റെ റോൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ പറ്റി എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. കാരണം ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 ശേഷം നമ്മുടെ എക്കോണമിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. പണ്ട് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് എന്താണ്, വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ്. കാരണം നമുക്ക് ആർക്കും സ്വന്തമായിട്ട് ഒരു സ്വകാര്യ വ്യക്തിക്ക്, ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ഒന്നിനിടെ ഒരു സ്ഥാപനമോ മറ്റു കാര്യങ്ങളോ തുടങ്ങാനായിട്ടുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. എല്ലാ കാര്യങ്ങളും ആര് തന്നെയായിരുന്നു, ഗവൺമെന്റ് തന്നെയായിരുന്നു. അപ്പോ അതിനൊരു മാറ്റം കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഏതെന്ന് പറഞ്ഞ IPR എന്ന് പറഞ്ഞത്. ഏതാണ്ട് YPR, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. ഓക്കെ അല്ലേ? 1956 കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവരെന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിക്ക് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുമുള്ള വികസനം നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തുടങ്ങിയതാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് പൈസ നമ്മൾ കൂട്ടുക എന്നല്ല, ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, പബ്ലിക്കിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരേ വെച്ചാൽ കുറെ ഏരിയാസുകൾ ബാക്ക്വേർഡ് ആയിട്ട് കിടപ്പുണ്ട്. എല്ലാ ഏരിയാസിനും ഒരു റീജിയണൽ ബാലൻസിങ് കൊണ്ടുവരിക. പിന്നെന്താണ്, ഒരാളുടെ കയ്യിൽ, ഒരു സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ മാത്രം പൈസ ഇരിക്കാൻ പാടില്ല, എല്ലാവരുടെ കയ്യിലും ഫണ്ട് ഫ്ലോ ഉണ്ടായിരിക്കണം. ഈ ഒരു രീതിയിൽ തുടങ്ങിയിട്ടുള്ള സംഭവമാണ് ഏതെന്ന് പറയുന്നത്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ IPR ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വന്നു 1991 അതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാറ്റം വരുന്നത്. എന്ന് പറയുമ്പോൾ പണ്ട് 17 ഏതാണ് ഉണ്ടായിരുന്നത്, 17 ബിസിനസ് പബ്ലിക് എന്റർപ്രൈസുകൾ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് അത് 3 ചുരുങ്ങി. ദാറ്റ് മീൻസ് ഈ 17 നിന്ന് ബാക്കിയുള്ളതെല്ലാം എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്, ബാക്കിയെല്ലാം പ്രൈവറ്റിനും കൂടെ എന്ത് സംഭവിച്ചത്, അവസരങ്ങൾ കൊടുത്തു. അവസരം കൊടുത്താലേ ആർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് കോരം ഇതാണ് അതാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന് വികസനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെ കാര്യം ഉണ്ടാടെ. നമുക്ക് കൊടുത്തല്ലോ വായ്പ, അല്ലെങ്കിൽ വായ്പ എന്ന് പറഞ്ഞാൽ ആ വായ്പ അല്ലേ ഞാൻ പറഞ്ഞത്, ഒരു അവസരം കൊടുത്താൽ മാത്രമേ ആർക്കും എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പബ്ലിക് എന്ത് ചെയ്ത് ഞാൻ ഇച്ചിരി മാറിക്കൊടുത്തു എന്ന് വെച്ചാൽ പ്രധാനമായിട്ടുള്ള 3 വെച്ചും ബാക്കിയെല്ലാം പബ്ലിക്കും പ്രൈവറ്റ് ആൾക്കാരും കൂടെ എന്ത് ചെയ്തോട്ടെ, ബിസിനസ് ചെയ്തോട്ടെ. ആ 3 എന്ന് പറയുന്നതാണ് അറ്റോമിക് എനർജി, ആംസ്, റെയിൽവേ. ഇത് 3 എന്ത് ചെയ്തില്ല, ആർക്കും കൊടുത്തില്ല. പിന്നെ പറയുന്നത് എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനൊരു എന്താണ് പറയുന്നത്, നമുക്ക് അതിനൊരു ഇക്വേഷൻ പറയാം. ഔട്ട്ലെറ്റ് സെയിൽ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഈസ് കാൾഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. പബ്ലിക്കിന്റെ കയ്യിലുള്ള എല്ലാ ഒരുവിധപ്പെട്ട ഓൾമോസ്റ്റ് എന്റർപ്രൈസുകൾ എന്ത് ചെയ്യുന്നത്,
പ്രൈവറ്റിനോട് കൊടുക്കുന്നു, അല്ലെ പ്രൈവറ്റ് ഷെയർസിനോട് അല്ലെ പ്രൈവറ്റിനോട് കൈമാറ്റം ചെയ്യുന്നു. അതിനാണ് എന്തെന്ന് പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വരവോട് കൂടി എന്ത് ചെയ്യുക, അവരുടെ പെർഫോമൻസ് കൂട്ടുക, അതുപോലെ തന്നെ എന്താണ് പറയുന്നത് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ നല്ലൊരു പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിടെ ചേഞ്ച് ഒരു IPR കൊണ്ട് ഉദ്ദേശിക്കാനുള്ള റീസൺ. പിന്നെ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു, എന്താണ് ഔട്ട്റൈറ്റ് സെയിൽ ഓഫ് ഗവൺമെന്റ് ഷെയർസ്, ഗവൺമെന്റ് കയ്യിലുണ്ടായിരുന്ന ഷെയർസ് എന്ത് ചെയ്യുന്നത് വിൽക്കുന്നു. ഇതുവഴി അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ എന്താണ് പബ്ലിക്കിന്റെ റിസോഴ്സിൽ ഇരുന്ന ഒരുപാട് ഷെയർസുകൾ ആർക്ക് ലോക്ക് ചെയ്തിരുന്ന റിസോഴ്സുകൾ പ്രൈവറ്റിലോട്ട് കൊടുത്തു. അതുപോലെ തന്നെ വളരെ ഒരു പബ്ലിക്കിനുണ്ടായിരുന്ന കുറെ ബാധ്യതയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്ത് ഒരു തരത്തിൽ കുറഞ്ഞു, കൊമേഴ്ഷ്യൽ റിസ്കുകൾ കുറഞ്ഞു, ഗവൺമെന്റിന്റെ കൺട്രോൾ കുറഞ്ഞിട്ട് അവിടെ പുതിയൊരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ത് ചെയ്തു കൊണ്ടുവന്നു. ഗവൺമെന്റിന്റെ മാത്രം കയ്യിലിരിക്കുക എന്നുള്ളൊരു മൊണോപ്പൊളി മാറ്റിയിട്ട് അവിടെ പ്രൈവറ്റിന് ഒരുപോലുള്ള പ്രാധാന്യം കൊണ്ടുവന്നു. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ് മൾട്ടിനാഷണൽ കമ്പനി. മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി, ഇപ്പൊ ഇന്ത്യയിൽ ഒരു കമ്പനി ഉണ്ടായി, അപ്പോ ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങിയിട്ട് അതിന്റെ ബ്രാഞ്ചുകൾ പല പല രാജ്യത്തായിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ത്യ എന്ന് പറയുന്നതാണ് അതിന്റെ ഹബ്ബ് അല്ലെങ്കിൽ മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കമ്പനീസിനെ നമുക്ക് എന്ന് പറയാം MNCs എന്ന് പറയാം. ദാറ്റ് മീൻസ് ദേ ആർ ഓപ്പറേറ്റിംഗ് വെരി ലാർജ് ആൻഡ് വൈഡ് സ്കെയിൽ ഓഫ് നെറ്റ്വർക്ക്. അവർക്ക് ലോകം മുഴുവൻ നെറ്റ്വർക്ക്സും അതുപോലെ തന്നെ വളരെ വളരെ വലിയ എന്താണ് പറയുന്നത് സ്പാൻ ഓഫ് ഏരിയ കവറേജും അതുപോലെ തന്നെ വൻ പ്രൊഡക്ഷനുമാണ് മൾട്ടിനാഷണൽ കമ്പനീസ് MNCക്ക് ഉള്ളത്. അല്ലെങ്കിൽ MNC അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റ, അതുപോലെ തന്നെ ഇൻഫോസിസ്, വിപ്രോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബാക്കി റാൻഡാക്സി ഒന്നും നിങ്ങൾക്ക് അധികം കേൾക്കാൻ വഴിയില്ല. അതുപോലെ തന്നെ ഹിൻഡാൽകോ ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ വഴിയില്ല. പക്ഷെ ടാറ്റയും ഇൻഫോസിസ്, വിപ്രോയും നിങ്ങൾക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ്. ഈ ഒരു മൾട്ടിനാഷണൽ കമ്പനീസിന്റെ വലിയ കമ്പനി ആകുമ്പോൾ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, റിസോഴ്സുകൾ വലുതായിരിക്കും, ക്യാപിറ്റൽ എന്തായിരിക്കും വലുതായിരിക്കും, ഒരുപാട് ഫോറിൻ കൊളാബറേഷൻ ഉണ്ടായിരിക്കുന്നതാണ്, വളരെ അഡ്വാൻസ്. കാരണം എല്ലാ രാജ്യത്തും വർക്ക് ചെയ്തത് കൊണ്ട് എല്ലാ രാജ്യത്തിന്റെ അഡ്വാൻസ് ടെക്നോളജികൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിന്റെ സാധനങ്ങൾ വിൽക്കുന്നതും മറ്റും ഇന്റർനാഷണൽ മാർക്കറ്റിലാണ്. പുതിയ പുതിയ ഇന്നോവേഷൻസുകൾ കൊണ്ടുവരാനാണ്. സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലായിരിക്കും എന്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അത് അവർക്ക് എന്ത് ചെയ്യുന്നതാണ് ഓരോരുത്തർക്കും പാസ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ പറയുന്നത് ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആൾക്കാരോ ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭത്തെയാണെന്ന് പറയുന്ന ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്? കോൺട്രാക്ടൽ ജോയിന്റ് വെഞ്ചർ ഉണ്ട്, ഇക്വിറ്റി ബേസ്ഡ് ഉണ്ട്. കോൺട്രാക്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് എൻറ്റിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, കമ്പനീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. രണ്ടുപേര് ഒന്നിച്ച് വർക്ക് ചെയ്യാം എന്നൊരു എഗ്രിമെന്റിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു, ഒരു കോൺട്രാക്ടിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് കോൺട്രാക്ച്വൽ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. എന്താണ് ഇക്വിറ്റി ബേസ് എന്ന് പറയുമ്പോൾ? ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ട്, സെപ്പറേറ്റ് എൻറ്റിറ്റി ബിസിനസ്സുകളുണ്ട് അവർക്കില്ല. പക്ഷെ അവർ ജോയിൻ ചെയ്ത് എന്താണ് അവിടെയും എഗ്രിമെന്റ് ബേസിസിൽ തന്നെയാണ്. പക്ഷെ അവർക്ക് രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടായിരുന്നാണ് സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ ഒരു എന്താണ് പറയുന്ന അവരുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ബിസിനസ് എൻറ്റിറ്റിയിൽ മാറ്റങ്ങൾ വരാം. എന്നുവെച്ചാൽ കമ്പനിയുടെ പാർട്ണർഷിപ്പ് രീതികൾ മാറാം, ട്രസ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണോ, അവരുടെ ക്യാപിറ്റൽ, പാർട്ണർഷിപ്പ്, ഫേമിലി, ഈ കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും അവിടെ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. അവിടെ ഒരു കീ ഓപ്പറേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ എന്താണ് ജോയിന്റ് വെഞ്ചറിൽ എന്താണ് ജോയിന്റ് ഓണർഷിപ്പ് ബൈ എന്ന് വെച്ചാൽ അവിടെ എന്താണ് ജോയിന്റ് ഓണർഷിപ്പ് ആണ്. ഒരാളോ രണ്ടുപേരല്ല, അവിടെ ആരൊക്കെയാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും ഓണർഷിപ്പ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അടുത്ത സ്വാഭാവികമായിട്ടും അവിടുത്തെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒരുപാട് റിസോഴ്സുകളും കപ്പാസിറ്റിയും ഉണ്ടായിരിക്കുന്നത്. കാരണം രണ്ടിൽ കൂടുതൽ എൻറ്റിറ്റികളാണ് എന്ത് ചെയ്യുന്നത് ഒന്നിക്കുന്നത്. അപ്പൊ അവരുടെ എല്ലാവരുടെ റിസോഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ മാർക്കറ്റിൽ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ അവർക്ക് വളരെ വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആ MNCയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റും. പുതിയ ടെക്നോളജി, ഇന്നോവേഷൻ, അതുപോലെ തന്നെ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കാം. കാരണം ഒരുപാട് കമ്പനീസ്, 2-3 കമ്പനീസുകൾ തമ്മിൽ ചേരുമ്പോൾ അവരുടെ എല്ലാവരുടെയും ആ ഒരു കോമ്പറ്റീഷൻ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നതാണ് ഒന്നിക്കുന്നതാണ്. പിന്നെ ഒരു നല്ലൊരു ബ്രാൻഡ് നെയിം എസ്റ്റാബ്ലിഷ്, നല്ലൊരു ബ്രാൻഡ് നെയിം പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് നമ്മൾ പറയാൻ പോണത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഇവിടെ പബ്ലിക്കിന്റെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെയും ഒരുപോലുള്ള പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്നുവെച്ചാൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും എല്ലാവരും ഒന്നിച്ചു നിന്ന് ചെയ്യുന്നതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, PPP എന്ന് പറയുന്നത്. അവിടെ ഗവൺമെന്റ് ഒബ്ലിഗേഷൻ റിഫോംസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഗവൺമെന്റ് എന്താണ് കൊണ്ടുവരുന്ന അവിടെ
ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുവെച്ചാൽ വെൽഫെയർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഈ രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നതാണ്. എന്നാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ കൊണ്ട് അവിടെ എഫിഷ്യൻസി നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞില്ല, ഗവൺമെന്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ നല്ല ക്യാപിറ്റൽ കൊടുക്കുക, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, സൊസൈറ്റിയോടുള്ള ഒബ്ലിഗേഷൻ, ഇതെല്ലാം അവിടെ വരുന്നതാണ്. എന്നാൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ്, ഇന്നോവേഷൻ, അതുപോലെ തന്നെ ഓപ്പറേഷൻ എക്സ്പെർട്ടൈസ്, എഫിഷ്യൻസി, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ വരുന്നതാണ്. സോ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം, എന്താണ് പബ്ലിക്, പ്രൈവറ്റ്, അതുപോലെ തന്നെ പബ്ലിക്കിനകത്ത് എത്ര പേര് വരും, MNCs പറഞ്ഞു, ജോയിന്റ് വെഞ്ചർ 2 ടൈപ്പ് ഉള്ളത് പറഞ്ഞു, കോൺട്രാക്റ്റിൽ ഇക്വിറ്റി ബേസ്ഡ് പറഞ്ഞു, എന്താണ് PPET എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാഠം ഇതിൽ നിന്ന് കേട്ടതിന് ശേഷം ആ പാഠം ഒന്നുകൂടെ വായിക്കുക, വായിച്ച് എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക, നല്ലപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എനി ടൈം ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നതാണ്, പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു പുതിയൊരു ക്ലാസ്സിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാണാം. ബൈ.